ഗുഡ് ഈവനിങ്. ഉണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ് മെഷർമെന്റ്, പ്രഷർ മെഷർമെന്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രഷർ യൂണിറ്റ്സ് റെപ്രസെന്റ് ദ ലീസ്റ്റ് പ്രഷർ? അതായത് ഈ തന്നിരിക്കുന്ന എല്ലാം പ്രഷറിന്റെ യൂണിറ്റുകളാണ്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് പ്രഷർ ഏതാണെന്ന്, ഇതിൽ ഏതാണ് ഏറ്റവും ലീസ്റ്റ് പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ? മില്ലി ബാർ ആണ് ആൻസർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇവിടെ മില്ലി ബാർ ആണ് ഏറ്റവും ലീസ്റ്റ് മെഷർമെന്റ് വരുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ SI യൂണിറ്റ്. അപ്പോ ഒരു ബാർ പ്രഷറിന്റെ യൂണിറ്റ് എന്തൊക്കെയായിരുന്നു? ബാർ, ATM, അതുപോലെ പിന്നെ പാസ്കൽ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, പിന്നെ ടോർ, PSI, ഇതൊക്കെ എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഇതിൽ ഒരു ബാർ എന്ന് വെച്ചായിരുന്നു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒരു മില്ലി ബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10⁵ × 10⁻³ അതായത് 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഒരു മില്ലി ബാർ. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് mm of Hg ആണ്. mm of Hg 1 mm of Hg എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 760 mm of Hg ആണെന്ത്, 1 mm of Hg ആണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോ 1 mm of Hg നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ρgh ആണ്. ρgh എന്ന് എഴുതാം നമുക്ക്. അപ്പോ ഇവിടെ H തന്നിട്ടുണ്ട് 1 mm of Hg. ഓക്കെ, Hgയുടെ അതായത് മെർക്കറിയുടെ ഡെൻസിറ്റി നമുക്കറിയാം 13600 ആണ് മെർക്കറിയുടെ എന്ത് ഡെൻസിറ്റി. അപ്പോ ρ × G × H എത്രയാണ്? 10⁻³ മീറ്റർ ഓഫ് Hg. അപ്പോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ എത്ര കിട്ടും? 133.41 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അത് അപ്പോ എന്തായാലും മില്ലി ബാർ അതിനേക്കാൾ ചെറുതാണ്. പിന്നെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന 1 ന്യൂട്ടൺ പെർ mm² ആണ്. 1 ന്യൂട്ടൺ പെർ mm² ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്താൽ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതും മില്ലി ബാറിനേക്കാൾ കൂടുതലാണ്. ഇനി അടുത്തത് കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന പ്രഷറിന്റെ യൂണിറ്റ് നമുക്കറിയാം 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.81 ന്യൂട്ടൺ മീറ്റർ ആണ്. 9.81 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് വെച്ചാൽ 9.81 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയറിനെ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9.81 ഡിവൈഡഡ് ബൈ 10⁻⁻⁴ എന്ന് വരും. അപ്പൊ 9.81 × 10⁻⁴ എന്ന് എഴുതാം നമുക്ക്. അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിൽ തന്നതിൽ ഏറ്റവും ചെറിയത് യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലി ബാർ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ മില്ലി ബാർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ മെഷർമെന്റിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് കൂടുതൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ measurements of small pressure differences, a mixture having specific gravity 1.1 is used. The magnification so obtained in differential head shall be. അതായത് നമ്മൾ ഒരു സ്മോൾ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി 1.1 ഉള്ള ഒരു മാനോമെട്രിക് ലിക്വിഡ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നിഫിക്കേഷൻ, അതായത് നമ്മൾ ഇപ്പോൾ ഒരു വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെഡ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മിക്സ്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോസ് നമ്മളൊരു
വാല്യൂസ് അസ്യൂം ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.1 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യാം. നമുക്കൊരു വാട്ടർ കോളം ഉണ്ട്. അതിന്റെ അവിടെ ആ വാട്ടർ കോളം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രഷർ ഹെഡ് 5 മീറ്റർ ആണ്. വാട്ടർ കോളം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രഷർ ഹെഡ് 5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ എത്രയായിരിക്കും? പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ P/ρg ആണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അതായത് P/ρg ആണ് പ്രഷർ ഹെഡ്. അപ്പൊ പ്രഷർ ρgh ആണെന്ന് നമുക്കറിയാം, ρgh. അപ്പോൾ 5 മീറ്റർ ഉള്ള വാട്ടർ കോളം ആണെങ്കിൽ അവിടെയുള്ള സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടറിന്റെ ഡെൻസിറ്റി റോ 1000 ഇൻറ്റു ജി 9.81 ഇൻറ്റു എച്ച് 5 മീറ്റർ. അപ്പോൾ അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് 49050 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ അസ്യൂം ചെയ്തു 5 മീറ്റർ പ്രഷർ ഹെഡ് ഉള്ള വാട്ടർ കോളം ആണെങ്കിൽ അവിടെ സ്റ്റാറ്റിക് പ്രഷറിന്റെ വാല്യൂ എത്രയാണ്? 49050. ഇനി നമ്മൾ ഈ വാട്ടർ കോളത്തിന് പകരം ഈ പർട്ടിക്കുലർ ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. പർട്ടിക്കുലർ മാനമാറ്റിക് ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രഷർ ഹെഡിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമ്മുടെ സ്റ്റാറ്റിക് പ്രഷർ എത്രയാണ്? 49050. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഓഫ് മാനോമെട്രിക് യൂണിറ്റ് ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് കോളം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.1 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ആണെന്ത്? ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി. അപ്പോൾ 1.1 ഇൻറ്റു 1000 ഇൻറ്റു 9.1 ഇൻറ്റു എച്ച്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാനോമെട്രിക് ലിക്വിഡ് ഉപയോഗിച്ചാലുള്ള ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടുള്ള എന്ത് കിട്ടും? പ്രഷർ ഹെഡിന്റെ ടേംസിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മാനോമെട്രിക് ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രഷർ ഹെഡ് എത്ര കിട്ടും? 4.54 മീറ്റർ ആണ്. 4.54 മീറ്റർ ആണ്. അതായത് 5 മീറ്ററിന് പകരം ഈ 1.1 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ലിക്വിഡ് ആണെങ്കിൽ 4.54 മീറ്റർ ഓഫ് ലിക്വിഡ് കോളം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനീഷ്യൽ ഹൈറ്റ് 5 മീറ്റർ ആണ്. അപ്പോ ഇപ്പോ ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി 1.1 ഉള്ള ലിക്വിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് 4.54 ആണ്. അപ്പൊ അവിടെ വരുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 5ന്റെ 0.1 ടൈംസ് ആണ്. 5ന്റെ 0.1 ടൈംസ് ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 0.1 ഇൻറ്റു 5. അപ്പൊ 0.5 മീറ്റർ എന്ന് കിട്ടും. 0.1 ഇൻറ്റു 5 0.5 മീറ്റർ എന്ന് കിട്ടും. അവിടെ എത്രയാണ് മാഗ്നിഫിക്കേഷൻ വന്നിരിക്കുന്നത്? ആദ്യത്തെ എത്രയായിരുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി 1 ഉള്ളത് എടുത്തു, പിന്നെ ഉള്ളത് 1.1 ഉള്ളത് എടുത്തു. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 0.1 ടൈംസ് ആണെന്ന് കിട്ടും. കാരണം എന്താണ്? ഇവിടെ വാട്ടർ കോളം വെച്ചിട്ട് 5 മീറ്റർ കിട്ടിയെങ്കിൽ ലിക്വിഡ് കോളം വെച്ചിട്ട് 4.5 മീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ ഒരു 0.5 മീറ്ററിന്റെ ഡിഫറൻസ് അവിടെ വന്നു. അപ്പൊ അവിടെ വരുന്ന മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 0.1 ടൈംസ് ആണ്. ഇനീഷ്യൽ ഹൈറ്റിന്റെ 0.1 ടൈംസ് ആണ് അവിടെ മാഗ്നിഫിക്കേഷൻ ആയി വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. In differential manometer, the use of mercury is advantageous when the pressure difference is. എന്തായിരിക്കും? നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കണമെങ്കിൽ പ്രഷർ ഡിഫറൻസ് എങ്ങനെയായിരിക്കണം? ഓപ്ഷൻ ലാർജ്, സ്മോൾ, ഐദർ ലാർജ് ഓർ സ്മോൾ, നൺ ഓഫ് ദിസ്. ലാർജ് ആയിരിക്കണം. കാരണം എന്താണ്? അതെ, മെർക്കുറിയുടെ ഡെൻസിറ്റി കൂടുതലാണ്. മെർക്കുറിയുടെ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മാനോമീറ്ററിൽ നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഹൈറ്റ് ഡിഫറൻസ് കാണിക്കണമെങ്കിൽ എന്തായിരിക്കണം? പ്രഷർ ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കണം. മെർക്കുറിയുടെ ഡെൻസിറ്റി എന്തായിരിക്കും? മെർക്കുറിയുടെ വിസ്കോസിറ്റിയും കൂടുതലാണ്, ഡെൻസിറ്റിയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു കറസ്പോണ്ടിങ് പ്രഷർ ഡിഫറൻസ് കാണിക്കണമെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് കാണിക്കണമെങ്കിൽ എന്തായിരിക്കണം? മാനോമെട്രിക്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
ഗേജ് പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു, പ്രഷറിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഗേജ് പ്രഷർ, ആബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു പോയിന്റിലുള്ള ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആബ്സല്യൂട്ട് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ, ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ? മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് അല്ലെ. നമുക്കറിയാം എന്തായിരുന്നു ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് സീറോ റഫറൻസ് പോയിന്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ആബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോളിക്കുലർ മൂവ്മെന്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? ആബ്സല്യൂട്ട് സീറോ പോയിന്റ്. അവിടെ ആ ഒരു ആബ്സല്യൂട്ട് സീറോ റഫറൻസ് പോയിന്റ് ആയിട്ട് അവിടുന്ന് മുകളിലേക്ക് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ ഈ ലൈനാണ് എന്ത്? ആബ്സല്യൂട്ട് സീറോ പ്രഷർ ലൈൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് മുകളിലോട്ട് മെഷർ ചെയ്യുന്ന എല്ലാ പ്രഷറിനെയും നമുക്ക് എന്ത് പറയാം? ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. ഇനി ഇതിനിടയിൽ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ, അറ്റ്മോസ്ഫിയറിക് എയർ കാരണം ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ ഗേജ് പ്രഷർ, അതായത് ഒരു ഗേജ് വെച്ച് ഒരു പ്രഷർ മെഷർ ചെയ്യുമ്പോൾ അതിലെ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ ഒരു ഗേജ് വെച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുകയാണെങ്കിൽ അവിടെ കാണിക്കുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്നാണ് ഗേജ് പ്രഷറിന്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്, ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയർ പ്ലസ് എന്തായിരിക്കും? ഗേജ് പ്രഷർ ആയിരിക്കും. പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു ഗേജ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇനി ഈ ഗേജ് പ്രഷർ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? പ്രഷർ ഇവിടെ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് മൈനസ് ഗേജ് പ്രഷർ ആയിരിക്കും. അപ്പോൾ ഫലത്തിൽ എന്ത് വരും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴോട്ടേക്കായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ വാക്വം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ ആണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ഇനി പോസിറ്റീവ് ഗേജ് പ്രഷർ ആണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. ക്ലിയർ ആണ്? അപ്പോ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഈ ഒരു ടേം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ വാക്വം പ്രഷറാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ ഗേജ് പ്രഷർ എന്ത് വരും? ഗേജ് പ്രഷർ നെഗറ്റീവ് ആയിട്ട് വരും. അപ്പോ ഗേജ് പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ക്ലിയർ ആണ്? അടുത്ത the difference in pressure head measured by a mercury water differential manometer for 20 cm difference of mercury head will be. നമുക്കിപ്പോ നമ്മളൊരു മെർക്കുറി വാട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ട് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ മെഷർ ചെയ്യണം. അപ്പോ ഇവിടെ മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഈ മാനോമെട്രിക് ലിക്വിഡില് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ഈ മെർക്കുറിയിൽ ഉണ്ടാവുന്ന ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. മെർക്കുറിയിൽ ഉണ്ടാവുന്ന ഹൈറ്റ് ഡിഫറൻസ് 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ മെർക്കുറിയിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലോയിങ് ലിക്വിഡ് ഏതാണ്? ഫ്ലോയിങ് ലിക്വിഡ് വാട്ടർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ
ഈ എച്ച് പ്രഷർ ഡിഫറൻസ് എച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ. പി റോ ജി എച്ച് എന്ന് പറയുന്നത് ഓക്കെ പ്രഷർ തന്നു. പക്ഷെ നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താ, ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. നമ്മളിത് രണ്ട് പോയിന്റുകൾക്കിടയിൽ കണക്ട് രണ്ട് പോയിന്റുകൾക്കിടയിൽ കേൾക്കാം. ഓക്കെ, രണ്ട് പോയിന്റുകൾക്കിടയിൽ കണക്ട് ചെയ്തു. അപ്പോ ഈ ഒരു പോയിന്റ് അപ്സ്ട്രീം പോയിന്റ് എ എന്നെടുത്തു, ഡൗൺ സ്ട്രീം പോയിന്റ് ഞാൻ ബി എന്നെടുത്തു. ഒരു പൈപ്പാണെന്ന് വിചാരിച്ചത്. അപ്പോ ഇവിടെ മാനോമെട്രിക് ലിക്വിഡ് എന്താണ്? മെർക്കുറിയാണ്. മെർക്കുറിയിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് എക്സ് ആണെന്ന് കിട്ടി. ഹൈറ്റ് ഡിഫറൻസ് എക്സ് ആണ്. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ. ഇനി നമ്മളോട് കണ്ടുപിടിച്ചത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രഷർ ഹെഡ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രഷർ ഹെഡ് എച്ച് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ചേഞ്ച് ഇൻ പ്രഷർ. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇതിന്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ലെഫ്റ്റ് സൈഡ്, ലിമ്പിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ പ്രഷർ അറ്റ് എ പ്ലസ് ഇവിടെ വാട്ടറിന്റെ ഈ ടോട്ടൽ ഇത് എച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പം വാട്ടർ റോ ഡബ്ല്യു ഇൻറ്റു വാട്ടർ ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി പ്ലസ് റോ മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു എക്സ് പ്ലസ് റോ വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് എന്ന് എഴുതും. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി പി എ മൈനസ് പി എ മൈനസ് പി ബി ബൈ റോ ജിയുടെ വാല്യൂ ആണ് കിട്ടുന്നത്. പി എ മൈനസ് പി ബി ബൈ റോ ജി, അതായത് ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അതിനൊരു ഫോർമുല ഉണ്ട്. ഈ പി എ മൈനസ് പി ബി ബൈ റോ ജി ആണ് നമ്മൾ എച്ച് എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഈസ് ഈക്വൽ ടു എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ലിക്വിഡ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോർമുലയാണ്. മാനോമെട്രിക് ലിക്വിഡ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് മൈനസ് 1. എങ്ങനെയാകുമ്പോ മാനോമെട്രിക് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഫ്ലോയിങ് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് ഈ ഇക്വേഷൻ. ഇനി മാനോമെട്രിക് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഫ്ലോയിങ് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനേക്കാൾ കുറവാണെങ്കിൽ ആകെ ഡിഫറൻസ് വരുന്നത് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് എസ് ഒ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? മെർക്കുറി ആണ് മാനോമെട്രിക് ലിക്വിഡ്. അവിടെ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം 13.6 ആണ്. വാട്ടർ ആണ് ഫ്ലോയിങ് ലിക്വിഡ്. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷർ ഹെഡ് അതായത് എച്ച് ആണ് നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇതില് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ലിക്വിഡ് ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് മൈനസ് 1. ഇവിടെ എക്സ് എത്രയാണ്? 20 സെന്റിമീറ്റർ, അതായത് 0.2 മീറ്റർ ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ലിക്വിഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6 ആണ്. മൈനസ് 1. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ആൻസർ 2.52 മീറ്റർ എന്ന് കിട്ടും. അവിടെ ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് ഹെഡിന്റെ ടേംസിൽ എത്രയാണ്? 2.52 മീറ്റർ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ കേസിൽ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എം മൈനസ് എസ് എഫ് മൈനസ് 1. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 2.52 മീറ്റർ എന്ന് കിട്ടും. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് 2.52 മീറ്റർ. Next, Pascal's law states that pressure at any point in a fluid at rest has
ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിലെ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ എല്ലാ പോയിന്റിലേക്കും എല്ലാ ഡയറക്ഷനിലേക്കും സെയിം മാഗ്നിറ്റ്യൂഡിൽ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ എല്ലാ സൈഡിലേക്കും അങ്ങനെ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ഇൻ ഓൾ ഡയറക്ഷൻ. ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിലെ എല്ലാ ഡയറക്ഷനിലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് പ്രഷർ ഓഫ് ലിക്വിഡ് മെഷർഡ് with the help of piezometer tube is ഏത് പ്രഷർ, ഗേജ് പ്രഷർ. അതെ, പീസോമീറ്റർ എന്താണ്, പ്രഷർ മെഷർമെന്റ് ഗേജ് ആണ്. അത് മെഷർ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷർ ആയിരിക്കും. ഇതാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. എന്തായിരിക്കും പീസോമീറ്റർ എന്ന് പറയുന്നത്? നമ്മൾ മെഷർ ചെയ്യേണ്ട പൈപ്പിലൂടെ ഒരു ടാപ്പിംഗ് എടുത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഈ നമ്മുടെ പ്രഷറിനനുസരിച്ച്, ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ പ്രഷറിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ഹൈ ഡിഫറൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുന്നത്. P = ρgh എന്നുള്ള ഫോർമുല വെച്ചിട്ട്. അപ്പോൾ പീസോമീറ്റർ മെഷർ ചെയ്യുന്നത് ഗേജ് പ്രഷറാണ്. ഇനി പീസോമീറ്ററിന്റെ കേസിൽ നമുക്ക് ഹൈ പ്രഷർ ഫ്ലൂയിഡ്സിനെ മെഷർ ചെയ്യാൻ പീസോമീറ്റർ സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്, ഹൈ പ്രഷർ ഫ്ലൂയിഡ്സ് ആണെങ്കിൽ ഈ ട്യൂബിന്റെ ഹൈറ്റ് ഒരുപാട് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ ഫ്ലൂയിഡ്സിനെ മെഷർ ചെയ്യാൻ അത് സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ എയർ അല്ലെങ്കിൽ ഗ്യാസിന്റെ ഒക്കെ പ്രഷർ മെഷർമെന്റിന് പീസോമീറ്റർ സ്യൂട്ടബിൾ അല്ല, ഇതിലൂടെ എസ്കേപ്പ് ആയി പോകും. അതുപോലെ വാക്വം പ്രഷർ, നെഗറ്റീവ് പ്രഷർ മെഷർ ചെയ്യേണ്ട കേസിൽ നമുക്ക് എന്തല്ല, പീസോമീറ്റർ സ്യൂട്ടബിൾ അല്ല. ലൈറ്റർ ഫ്ലൂയിഡ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് മെഷർ ചെയ്യുന്ന കേസിൽ നമുക്ക് പീസോമീറ്റർ എന്തല്ല, സ്യൂട്ടബിൾ അല്ല. നെഗറ്റീവ് പ്രഷർ ലൈറ്റർ ഫ്ലൂയിഡിന്റെ കേസിൽ എന്തായിരിക്കും, ഈ ഒരു പർട്ടിക്കുലർ നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു ഹൈ ഡിഫറൻസ് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത്രയും കേസിൽ പീസോമീറ്റർ എന്തല്ല, സ്യൂട്ടബിൾ അല്ല. ഹൈ പ്രഷർ ഫ്ലൂയിഡിന്റെ കേസിൽ എയർ അല്ലെങ്കിൽ ഗ്യാസസിന്റെ പ്രഷർ മെഷർമെന്റിന്, വാക്വം പ്രഷർ, അതുപോലെ ലൈറ്റർ ഫ്ലൂയിഡ്സിന്റെ പ്രഷർ മെഷർമെന്റിന്റെ കേസിൽ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഗേജ് പ്രഷർ. ഇനി റെക്ടാങ്കുലർ പ്ലേറ്റ് 1.25 meter into 2.4 meter is immersed in a liquid of relative density 0.85 with its 1.25 meter side horizontal and just at the water surface. If the plane of the plate makes an angle of 60 degree with the horizontal, the pressure force on the side plate is. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു റെക്ടാങ്കുലർ പ്ലേറ്റ് ഉണ്ട്. റെക്ടാങ്കുലർ പ്ലേറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, 1.25 into 2.4 meter ആണ്. 1.25 into 2.4 meter. ഇവിടെ ഈ റെക്ടാങ്കുലർ പ്ലേറ്റ് എങ്ങനെയാണ്, നമ്മുടെ സർഫസിന്റെ, വാട്ടർ സർഫസിന് 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ സർഫസിൽ 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ പ്ലേറ്റിന്റെ ഒരു എഡ്ജ് എന്താണ്, വാട്ടർ സർഫസിന് പാരലൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ എഡ്ജിന്റെ ഡയമെൻഷൻ എത്രയാണ്, 1.25 ആണ്. 1.25 ആണ്. അപ്പോ ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2.4 മീറ്റർ ആയിരിക്കും. പ്ലേറ്റിന്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 2.4 മീറ്റർ ആയിരിക്കും. ഇതാണ് പ്ലേറ്റ്, 2.4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ് പ്ലേറ്റിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ പ്ലേറ്റിൽ ആക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു, ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ x bar അല്ലെ, ρg a x bar, ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഏരിയ ഓഫ് പ്ലേറ്റ് ഇൻറ്റു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, x bar. ഇതാണ് എന്ത്, ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്ലേറ്റിന്റെ ഏരിയ 1.25 into 2.4 ആണ്.
പ്ലേറ്റിന്റെ ഏരിയ. അത്രയും മീറ്റർ സ്ക്വയർ ആയിരിക്കും പ്ലേറ്റിന്റെ ഏരിയ. ജി നമുക്കറിയാം, ഡെൻസിറ്റി നമുക്കറിയാം, വാട്ടർ ആയതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എത്രയായിരിക്കും? 1000 ആണ്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് 1000 ആണ്. ഇനി ജി 9.8 ഉണ്ട്. അവിടെ കണ്ടുപിടി ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു സൈഡ് ജസ്റ്റ് അടുത്ത വാട്ടർ സർഫസ് എന്ന് പറയുന്നില്ലേ? അതെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെൻസിറ്റി 1000 എന്നുള്ളത്. സാധാരണ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ അധികം വാട്ടർ തന്നെയാണ് ഉണ്ടാവുള്ളൂ, വാട്ടർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ വാട്ടർ സർഫസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ബാർ ആണ്. എക്സ് ബാർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യണം. ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ബാർ എന്ന് പറയുമ്പോൾ പ്ലേറ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് വാട്ടർ സർഫസിലേക്കുള്ള വെർട്ടിക്കൽ ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മളിത് ഈ പ്ലേറ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2.4 ആണ് പ്ലേറ്റിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. സെന്റർ വരെയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് 1.2 ആയിരിക്കും. 1.2 ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗണോമെട്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ട്രിഗണോമെട്രി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. എക്സ് ബാർ ഈ 1.2 ഈ ലെങ്ത് ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ബാർ സൈൻ തീറ്റ സൈൻ 60. ഇവിടെ ഈ കേസിൽ സൈൻ 60 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ബാർ ഡിവൈഡഡ് ബൈ പ്ലേറ്റിന്റെ ലെങ്ത് ബൈ 2 ആയിരിക്കും അല്ലെ? പ്ലേറ്റിന്റെ ലെങ്ത് ബൈ 2 ആയിരിക്കും. അപ്പോൾ എക്സ് ബാർ എത്രയായിരിക്കും? ലെങ്ത് ബൈ 2 ഇൻറ്റു സൈൻ 60, അതായത് 1.2 ഇൻറ്റു സൈൻ 60 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ബാർ 1.039 മീറ്റർ എന്ന് കിട്ടും. ഈ കേസിൽ എക്സ് ബാർ എന്തായിരിക്കും? 1.039 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ബാക്കി പിന്നെ നമുക്ക് എന്താണ് നേരെ ഇക്വേഷനിൽ കൊടുക്കാം. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ ജി എ എക്സ് ബാർ, റോ ജി എ എക്സ് ബാർ. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 26 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ആൻസർ 26 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാനുള്ള കാര്യം എന്തായിരുന്നു? ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അതെ എക്സ് ബാർ ആണ്. അതായത് ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സിനെയാണ് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗ എ എക്സ് ബാർ അല്ലെങ്കിൽ റോ ജി എ എക്സ് ബാർ, റോ ജി എ എക്സ് ബാർ. അതായത് സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. സർഫസ് നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇനി സെന്റർ ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മുടെ പ്ലേറ്റിലെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എച്ച് ബാർ അല്ലെങ്കിൽ എച്ച് സ്റ്റാർ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ആയിരിക്കും ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് 3 കേസാണ് ഓർത്ത് വെക്കേണ്ടത്. ഹൊറിസോണ്ടൽ പൊസിഷൻ, അതായത് നമ്മുടെ പ്ലേറ്റ് വാട്ടർ സർഫസിൽ നിന്ന് പാരലൽ ആയിട്ടുള്ള പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഒമേഗ എ എക്സ് ബാർ അല്ലെങ്കിൽ റോ ജി എ എക്സ് ബാർ എന്ന് പറയും. ഈ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് വാട്ടറിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ സർഫസിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. ഇനി സെന്റർ ഓഫ് പ്രഷർ, അതായത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് പ്ലേറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ബാറിന് സെയിം ആയിരിക്കും. ഇനി വെർട്ടിക്കൽ പൊസിഷന്റെ കേസിൽ, അതായത് എങ്ങനെയായിരിക്കും? നമ്മുടെ പ്ലേറ്റ് സർഫസിൽ നിന്ന് വെർട്ടിക്കൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് അപ്പോഴും സെയിം തന്നെയാണ്. എല്ലാ കേസിലും ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ സെയിം ആണ്, ഒമേഗ എ എക്സ് ബാർ. അവിടെ സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ H is equal to x plus IG divided by
എക്സ് ബാർ പ്ലസ് ഐ ജി ഡിവൈഡ് ബൈ എ എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഐ ജി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് പ്ലേറ്റ്. ഇനി ഇൻക്ലൈൻഡ് പ്ലേറ്റ്, അതായത് പ്ലേറ്റ് ലിക്വിഡ് സർഫസുമായിട്ട് ഒരു തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെങ്കിൽ അവിടെ ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡബ്ല്യു എ എക്സ് ബാർ, സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എച്ച് ആർ ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് ഐ ജി എ എക്സ് ബാർ സൈൻ സ്ക്വയർ തീറ്റ. എക്സ് ബാർ പ്ലസ് ഐ ജി എ എക്സ് ബാർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഈ ഇക്വേഷൻ ശരിക്കും ഓർത്ത് വെച്ചാൽ മതി. ഇൻക്ലൈൻഡ് പൊസിഷന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഹൊറിസോണ്ടൽ പൊസിഷൻ ആണെങ്കിൽ സൈൻ തീറ്റ 0 വരും, അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് കിട്ടും. വെർട്ടിക്കൽ പൊസിഷൻ ആണെങ്കിൽ സൈൻ തീറ്റ 90 ഡിഗ്രി വരും, അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് ഐ ജി ഡിവൈഡ് ബൈ എ എക്സ് ബാർ എന്ന് കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷനും ഈ 3 പൊസിഷന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റിന്റെ ആൻസർ 26 കിലോ ന്യൂട്ടൺ ആയിരിക്കും. നമുക്ക് അധികം പ്രോബ്ലം തരുമ്പോഴും നേരെ ഡെൻസിറ്റി തരാതെ ഇങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും തരുന്നത്. 0.85 അല്ലെങ്കിൽ 0.9 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളതിനെ 1000 വെച്ച് ഇൻഡ് ചെയ്തിട്ട്, അതായത് വാട്ടറിന്റെ ഡെൻസിറ്റി വെച്ച് ഇൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മുടെ ലിക്വിഡിന്റെ ഡെൻസിറ്റി കിട്ടും. ഓക്കെ, അങ്ങനെയായിരിക്കും അധിക ക്വസ്റ്റിനും വരുന്നത്. ഇനി അടുത്ത measurement of pressure difference between 2 points is generally done by using differential manometer. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ മെഷർ ചെയ്യുന്ന ഡിഫറൻഷ്യൽ മാനോമീറ്റർ. വെഞ്ചറിമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെഞ്ചറിമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ. പിറ്റോ ട്യൂബ് വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിറ്റോ ട്യൂബ്. ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഗിവൺ ബൈ. ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ്. ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇവിടെ ആയിരിക്കും ആൻസർ വരുന്നത് അല്ലേ? സോറി, ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ആൻസർ എ ആണ് വരിക. ആൻസർ എ ആണ് വരിക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് ഗേജ് പ്രഷർ. കാരണം എന്താണ്? ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഓക്കെ, ആൻസർ ഇവിടെ പ്രഷറിന്റെ കുറച്ച് യൂണിറ്റും കൺവേർഷനും ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറിയാലോ, 1 atm ആയിരിക്കും. 1 atm എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കൽ ആണ്. ഇനി 1 atm എന്ന് പറയുന്നത് 760 mm ഓഫ് Hg ആണ്. 1 atm 760 mm ഓഫ് Hg. അത്രയും ടോർ എന്നുള്ള യൂണിറ്റ് ആണെങ്കിൽ 760 ടോർ. 1 atmospheric pressure is equal to 760 ടോർ. അതുപോലെ PSI യുടെ യൂണിറ്റ് കൂടെ ഓർത്ത് വെക്കുക. 1 atmospheric pressure is equal to 14.7 PSI ആയിരിക്കും. 14.7 PSI. ഇനി വാട്ടറിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 1 atmospheric pressure എന്ന് പറയുന്നത് 10.3 മീറ്റർ ഓഫ് വാട്ടറിന്റെ ഹെഡ് ആയിരിക്കും. വാട്ടർ കോളത്തിന്റെ 10.3 മീറ്റർ വാട്ടർ കോളത്തിന്റെ ഹെഡിന് ഈക്വൽ ആയിരിക്കും 1 atmospheric pressure. ഇനി അടുത്ത pressure in terms of meters of oil of specific gravity 0.9 equivalent to 4.5 meters of water. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.9 ആണ്. അങ്ങനെയാണെങ്കിൽ 4.5 മീറ്റർ വാട്ടർ ഹെഡിന്റെ ഈക്വൽ ആയിട്ടുള്ള പ്രഷർ ഈ ഓയിലിന്റെ ടേംസിൽ എത്രയായിരിക്കും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, അതെ, നമുക്കറിയാം ഇവിടെ സ്റ്റാറ്റിക് പ്രഷർ എത്രയായിരിക്കും? വാട്ടറിന്റെ ടേംസിൽ
സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വാട്ടറിന്റെ 1000 ഇൻറ്റു 9.81 ഇൻറ്റു 4.5 എന്നുണ്ട്. 4.5 ഇത്രയായിരിക്കും എന്ത് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ എന്തായി? ഓയിലിന്റെ ഡെൻസിറ്റി ആയി. അത് ഇൻറ്റു ജി 9.81 ഇൻറ്റു എച്ച് ഹൈറ്റ് ഓഫ് ഓയിൽ കോളം. ഓക്കെ, അപ്പൊ ഈ ഓയിൽ കോളത്തിന്റെ ഹൈറ്റിന്റെ ടേംസിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 1000. നമുക്ക് ഈ 9.81 1000 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4.5 ഡിവൈഡഡ് ബൈ 0.9 എന്ന് കിട്ടും. അത് ഡയറക്റ്റ് അങ്ങനെ എഴുതിയാൽ മതി. 4.5 ഡിവൈഡ് ബൈ 0.9. അപ്പോൾ ഓപ്ഷൻ ബി 5 മീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി 5 മീറ്റർ. വാട്ടറിന്റെ ടേംസിൽ ചെയ്യുമ്പോൾ 1000 അതുപോലെ ജിയും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് നേരെ എച്ച് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഓയിലിന്റെ ടേംസിൽ അല്ലെങ്കിൽ മറ്റൊരു മാനോമെട്രിക് ലിക്വിഡിന്റെ ഹൈറ്റിന്റെ ടേംസിലുള്ള വാല്യൂ കിട്ടും. ആൻസർ മാനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രഷർ. ഓക്കെ, മാനോമീറ്ററിൽ സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രഷർ മെഷർമെന്റിനുള്ളതാണ് സിമ്പിൾ മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ളതാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സിമ്പിൾ മാനോമീറ്റേഴ്സിൽ പെടുന്നതാണ് പീസോമീറ്റർ, U2 മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. അതുപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ വരുന്നതാണ് എന്ത്? U2 ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അതുപോലെ ഇൻവേർട്ടഡ് U2 മാനോമീറ്റർ, പിന്നെ ഇൻവേർട്ടഡ് U2 മാനോമീറ്റർ. ഇതൊക്കെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ വരുന്നതാണ്. ഇനി പ്രഷർ മെഷർമെന്റ് ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഗേജസിൽ വരുന്നതാണ് ഡയഫ്രം പ്രഷർ ഗേജ്, ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്, ഡെഡ് വൈറ്റ് പ്രഷർ ഗേജ്, ബെല്ലോ പ്രഷർ ഗേജ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഷർ മെഷർമെന്റ് ഡിവൈസുകൾ. അടുത്തത് നമ്മളിപ്പോൾ ചെയ്ത സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. പ്രഷർ ഇൻ മീറ്റർ ഓഫ് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.85 ഈക്വലന്റ് ടു 42.5 മീറ്റർ ഓഫ് വാട്ടർ. നമ്മൾ ഈ പറഞ്ഞ അതേ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി 50 മീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി 50 മീറ്റർ. ഇനി ടു മെഷർ സ്റ്റാറ്റിക് പ്രഷർ ഇൻ എ പൈപ്പ് വൺ യൂസസ് എ പ്രഷർ ഗേജ് കണക്റ്റഡ് ടു. സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോ റേറ്റ് ആണ്, പിറ്റോട്യൂബ് വെലോസിറ്റി ആണ്, പീസോമീറ്റർ ടാപ്പിംഗ് ആണ് എന്ത് പ്രഷർ മെഷർ ചെയ്യാനുള്ളത്, ഓറിഫൈസ് മീറ്റർ എന്താണ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനുള്ളതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി പീസോമീറ്റർ ടാപ്പിംഗ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി വെഞ്ചറിമീറ്ററിന്റെ കേസിൽ, വെഞ്ചറിമീറ്റർ പറയുമ്പോൾ നമുക്കറിയാം വെഞ്ചറിമീറ്ററിന്റെ കേസിൽ നമുക്ക് വെഞ്ചറിമീറ്ററിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് അതിനൊരു കൺവേർജിങ് പാർട്ട് ഉണ്ടാവും, ഒരു ഡൈവേർജിങ് പാർട്ട് ഉണ്ടാവും, ഒരു ത്രോട്ട് ഏരിയ ഉണ്ടാവും. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ഫ്ലോ റേറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഈ വെഞ്ചറിമീറ്ററിന്റെ കേസിൽ കൺവേർജിങ് പാർട്ടിന്റെ ആംഗിൾ ഓഫ് കൺവേർജന്റ് 14 ഡിഗ്രി ടു 20 ഡിഗ്രി ആയിരിക്കും. 14 ഡിഗ്രി ടു 20 ഡിഗ്രി ആയിരിക്കും. ത്രോട്ട് ഏരിയ എന്ന് പറയുന്നത് 1.3 ടു 1.2 ആയിരിക്കും അതിന്റെ റേഞ്ച്. ത്രോട്ട് ഏരിയ റേഷ്യോ വേരി ചെയ്യുന്ന റേഞ്ച്, അതായത് ത്രോട്ടിന്റെ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഇൻലെറ്റ് ഡയമീറ്റർ, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1.3 ടു 1.2 ആയിരിക്കും. ഇനി ഡൈവേർജിംഗ് പാർട്ടിന്റെ ആംഗിൾ 5 ഡിഗ്രി ടു 7 ഡിഗ്രി ആയിരിക്കും. സാധാരണ ഗതിയിൽ 7 ഡിഗ്രിനേക്കാൾ കൂടുതൽ ഉണ്ടാവാറില്ല, കാരണം ഫ്ലോ സെപ്പറേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും 7 ഡിഗ്രിനേക്കാൾ താഴെയായിരിക്കും ഡൈവേർജിംഗ് പാർട്ടിന്റെ ആംഗിൾ ഓഫ് ഡൈവേർജൻസ്. അതുപോലെ വെഞ്ചറിമീറ്ററിന്റെ കേസിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.96 ടു 0.98 വരെയാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ റേഷ്യോനെയാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓറിഫൈസ് മീറ്ററിന്റെ കേസിൽ നമുക്കറിയാം ഓറിഫൈസ് മീറ്റർ എന്താണ്? ഫ്ലോ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ്. വെഞ്ചറിമീറ്ററിന്റെ സിമിലർ വർക്കിംഗ്
പ്രിൻസിപ്പിൾ തന്നെയാണ് ഓറിഫൈസ് മീറ്ററിനും. ഓറിഫൈസ് മീറ്ററിന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.64 to 0.76 ആണ്. 0.64 to 0.76. പിറ്റിയോ ട്യൂബ് നമ്മുടെ വെലോസിറ്റി മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് പിറ്റിയോ ട്യൂബ്. അവിടെയും കോഎഫിഷ്യന്റ് ഓഫ് അവിടെ അതിന്റെ വെലോസിറ്റിയുടെ റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയുടെ റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. 0.98 to 1. 0.98 to 1 ആണ് പിറ്റിയോ ട്യൂബിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയുടെ റേഞ്ച്. ഇത് നമ്മൾ ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ആ സമയത്ത് ഇത് ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത സെന്റർ ഓഫ് പ്രഷർ ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ്. Center of pressure on an inclined plane is at centroid, above centroid, below the centroid, at metacenter. ഒരു inclined plane കേസിൽ സെന്റർ ഓഫ് പ്രഷർ എവിടെയായിരിക്കും? ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസിൽ സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ്, അതെ, ബിലോ സെന്ററോയിഡ് ആയിരുന്നു. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബാർ ഇൻറ്റു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ അല്ലെ, സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എ എക്സ് ബാർ ആണ്. അപ്പോൾ എന്തായിരിക്കും ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസിൽ എപ്പോഴും ഇവിടെ ഈ ഒരു വാല്യൂം കൂടെ, ഈ റൈറ്റ് സൈഡിലുള്ള പ്ലസ് കഴിഞ്ഞിട്ടുള്ള വാല്യൂം കൂടെ വരുന്നതുകൊണ്ട് അതെന്തായിരിക്കും എപ്പോഴും സെൻട്രോയിഡിലേക്കുള്ള ഹൈറ്റിനേക്കാൾ കൂടുതലായിരിക്കും സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഹൈറ്റ്. അപ്പോൾ സെൻട്രോയിഡിന് താഴെയായിരിക്കും സെന്റർ ഓഫ് പ്രഷർ വരുന്നത്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണെങ്കിൽ സെന്റർ ഓഫ് പ്രഷർ എന്തായിരിക്കും? അതിനേക്കാൾ താഴെയായിരിക്കും സെന്റർ ഓഫ് പ്രഷറിന്റെ പ്ലേസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, ബിലോ ദ സെൻട്രോയിഡ്. വെർട്ടിക്കൽ പ്ലേറ്റ് ആണെങ്കിൽ നോക്കുക. വെർട്ടിക്കൽ പ്ലേറ്റ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ വരുന്നത്? എച്ച് ബാർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷറിൽ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് ഐ ജി ഡിവൈഡഡ് ബൈ എ എക്സ് ബാർ അല്ലെ, ഐ ജി ഡിവൈഡ് ബൈ എ എക്സ് ബാർ. അപ്പോഴെന്താണ് അവിടെയും റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ടേം ഇല്ലേ, ഐ ജി ഡിവൈഡ് ബൈ എ എക്സ് ബാർ, അത്രയും ഡിസ്റ്റൻസ് കൂടെ വരൂല്ലേ. അപ്പോഴും താഴോട്ടേക്ക് തന്നെയല്ലേ വരുക. ക്ലിയർ ആണോ? ശരി. ഹൊറിസോണ്ടൽ പ്ലേറ്റിന്റെ കേസിലാണെങ്കിൽ സെന്റർ ഓഫ് പ്രഷറും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ സെയിം ഡെപ്തിലായിരിക്കും. The pressure intensity is same in all direction at a point in a fluid. Only when fluid is frictionless and incompressible, only when fluid is frictionless and is at rest, only when fluid is frictionless, when there is no relative motion of one fluid layer relative to other. Pressure intensity റെസ്റ്റിലാണ്. അത് നമ്മൾ പാസ്കൽസ് ലോ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ, റെസ്റ്റിലാണെന്നുള്ള കേസ്. അതായത് പ്രഷർ ഇന്റൻസിറ്റി എല്ലാ ഡയറക്ഷനിലും, ഒരു ഫ്ലൂയിഡിൽ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലാസ്റ്റത്തെ ഓപ്ഷൻ നോക്കുക. ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഷിയർ സ്ട്രെസ് 0 ആവുന്ന കണ്ടീഷനിൽ പ്രഷർ ഇന്റൻസിറ്റി എന്തായിരിക്കും? 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ കേസിൽ നോ റിലേറ്റീവ് മോഷൻ ഓഫ് വൺ ഫ്ലൂയിഡ് ലെവൽ റിലേറ്റീവ് ടു അതർ. റിലേറ്റീവ് മോഷൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ രണ്ട് ലെയറുകൾക്കിടയിലുള്ള വെലോസിറ്റി എന്താണ്? സെയിം ആണ്. അവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dv by dy is equal to 0 ആണെന്ന് പറയും. വെലോസിറ്റി ഗ്രേഡിയന്റ് 0, വെലോസിറ്റി സെയിം ആയതുകൊണ്ട്, റിലേറ്റീവ് മോഷൻ ഇല്ലാത്തതുകൊണ്ട് dv by dy is equal to 0. അപ്പോൾ നമുക്കവിടെ ഷിയർ സ്ട്രെസ് 0 ആണെന്ന് പറയാം. അതായത് യൂണിഫോം ഫ്ലോന്റെ കേസിൽ ഒരു ഫ്ലൂയിഡ് യൂണിഫോം ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? റിലേറ്റീവ് മോഷൻ 0 ആയിരിക്കും, അവിടെ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ആ കണ്ടീഷനിൽ നമുക്ക് പ്രഷർ ഇന്റൻസിറ്റി സെയിം ഇൻ ഓൾ ഡയറക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആൻസർ, അതായത് പാസ്കൽസ് ലോ വാലിഡ് ആണ്. ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ പാസ്കൽസ് ലോ വാലിഡ് ആണ്. അവിടെ എന്തല്ല, അവിടെ പ്രഷർ ഇന്റൻസിറ്റി എല്ലാ ഡയറക്ഷനിലും സെയിം ആണ്. പക്ഷെ വെലോസിറ്റി ഗ്രേഡിയന്റ് 0 ആവുന്ന കണ്ടീഷനിലും
ഇതെന്താണ്, വാലിഡ് ആണ്, ഈ കണ്ടീഷൻ വാലിഡ് ആണ്. അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയുടെ കേസിലും ഈ കണ്ടീഷൻ വാലിഡ് ആണ്. അതുകൊണ്ട് ആൻസർ വരുമോ ഓപ്ഷൻ ഡി ആണ്. When there is no relative motion of one fluid layer relative to other. അതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരും. അവിടെ എന്തായിരിക്കും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ഓക്കെ, അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിത്ത് റൈസിംഗ് ആൾട്ടിറ്റ്യൂഡ് ഡിക്രീസസ്. അതായത് നമ്മുടെ ഗ്രൗണ്ടിന് മുകളിലേക്ക് പോകുന്നതനുസരിച്ചിട്ട്, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള റൈസ് എങ്ങനെയായിരിക്കും, അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഫസ്റ്റ് സ്ലോ ദെൻ സ്റ്റീപ്ലി എന്നാണ്. അതായത് നമ്മള് എർത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് ഇനീഷ്യലി പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് ഗ്രാജുവലി ആയിരിക്കും. അതായത് ഒരു ട്രോപ്പോസ്ഫിയർ റീജിയൻ ഒരു 11-12 കിലോമീറ്റർ ഹൈറ്റ് വരെ ഗ്രാജുവലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്റ്റീപ്ലി അല്ലെങ്കിൽ വളരെ റാപ്പിഡ് ആയിട്ട് എന്ത് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യും, സ്റ്റീപ്ലി ഡിക്രീസ് ചെയ്യും. നമുക്കറിയാലോ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അങ്ങനെയല്ലേ. അതിൽ ഈ ട്രോപ്പോസ്ഫിയർ റീജിയനിൽ സാധാരണഗതിയിൽ ഗ്രാജുവലി ആയിട്ടായിരിക്കും പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. അതിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ മുതൽ മുകളിലേക്ക് എന്തായിരിക്കും, സ്റ്റീപ്ലി ആയിരിക്കും, ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷറിൽ ഉണ്ടാകുന്ന ഡിക്രീസ്. ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് പ്രഷർ സ്റ്റീപ്ലി ഡിക്രീസ് ചെയ്യും. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ഫസ്റ്റ് സ്ലോ ദെൻ സ്റ്റീപ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെ തന്നെ പറയണം, ബാരോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അവിടെ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ് ഉണ്ടാവുക. നമ്മുടെ മാനോമെട്രിക് ലിക്വിഡിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് മെർക്കുറി റിസർവോയറിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ് ഈ ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്ന പ്രഷറിനനുസരിച്ചിട്ട് ഇതിലുണ്ടാകുന്ന ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ആൽക്കഹോൾ ഈസ് യൂസ്ഡ് ഇൻ മാനോമീറ്റർ ബിക്കോസ്. ഇത് പറയുമ്പോൾ ആൽക്കഹോൾ മാനോമീറ്ററിൽ യൂസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ മാനോമെട്രിക് ലിക്വിഡിന്റെ പ്രോപ്പർട്ടീസ് ഓർത്ത് വെച്ചാൽ മതി. ഒരു മാനോമെട്രിക് ലിക്വിഡിന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കണം. വേപ്പർ പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വേപ്പർ പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബോയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ വേപ്പറൈസേഷനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കും. പിന്നെ ഇതിന്റെ ഈ മാനോമെട്രിക് ലിക്വിഡ് ഉണ്ടാക്കുന്ന മിനിസ്കസ് എന്തായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മിനിസ്കസ് ആയിരിക്കണം. ഇൻക്ലൈൻഡ് ട്യൂബില് ഉണ്ടാക്കുന്ന മിനിസ്കസ് എന്തായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മിനിസ്കസ് ആയിരിക്കണം. ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി സാധാരണഗതിയിൽ ഡെൻസിറ്റി എന്തായിരിക്കണം, മാനോമെട്രിക് ലിക്വിഡിന്റെ ഡെൻസിറ്റി ലെസ് ആയിരിക്കണം. കുറഞ്ഞ ഡെൻസിറ്റിയുള്ള ലിക്വിഡാണ് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ പ്രഷർ ഡിഫറൻസിന് കൂടുതൽ ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം. പ്രഷർ ഡിഫറൻസ് ഹൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ കൂടുതൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാകണം. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനോമെട്രിക് ലിക്വിഡിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ലോ വേപ്പർ പ്രഷർ ആയിരിക്കണം. പിന്നെ ഈ മിനിസ്കസിന്റെ ഇന്റർഫേസ് എന്തായിരിക്കണം, പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന, നല്ല അപ്പിയറൻസ് ഉള്ള, പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ലോ സർഫസ് ടെൻഷൻ ആയിരിക്കണം. സർഫസ് ടെൻഷൻ ലോ ആയിരിക്കണം എന്ന് പറയാൻ കാരണം കാപ്പിലറി റൈസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ലോ സർഫസ് ടെൻഷൻ ആയിരിക്കണം. പിന്നെ നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ആവാൻ പാടില്ല. അതുപോലെ എന്തായിരിക്കണം, ലോ ഡെൻസിറ്റി ആയിരിക്കണം. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ ആൽക്കഹോൾ ലോ ഡെൻസിറ്റി ഫ്ലൂയിഡ് ആണ്, ലോ വേപ്പർ പ്രഷറുള്ള ഫ്ലൂയിഡ് ആണ്. അതുപോലെ വിസിബിൾ മിനിസ്കസ് ഉള്ള, വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള മിനിസ്കസ് ഉള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ആൽക്കഹോൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ 4 ഓപ്ഷനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യനിൽ ഈ 4 ഓപ്ഷൻ എന്താണ്, സ്യൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ പ്രഷർ ഓൺ
surface of a vertical sluice gate 2 meter into 1 meter with its top 2 meter surface being 0.5 meter below the water level will be. നമ്മളോട് തന്നിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ സ്ലൂയിസ് ഗേറ്റ് ഉണ്ട്, അത് വാട്ടർ ലെവലിന് താഴെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? 2x1 ആണ് ഡയമെൻഷൻ. ഈ ഗേറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ നിന്ന് എത്രയാണ്? ടോപ്പിൽ നിന്ന് 0.5 മീറ്റർ, അതായത് സർഫസിൽ നിന്ന് 0.5 മീറ്റർ താഴെയായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ, ഈ വെർട്ടിക്കൽ ഗേറ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താണ്, റോ ജി എ എക്സ് ബാർ. റോ ജി എ എക്സ് ബാർ. ഇവിടെ നമുക്ക് ആകെ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഈ എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടെ തന്നിരിക്കുന്നുണ്ട് ടോപ്പ് 2 മീറ്റർ സർഫസ് ആണ്. ഈ പ്ലേറ്റിന്റെ 2 മീറ്റർ സർഫസ് 0.5 മീറ്റർ ബിലോ വാട്ടർ ലെവൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി ഉള്ള സർഫസിന്റെ ലെങ്ത് എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. വെർട്ടിക്കലി ഉള്ള സർഫസിന്റെ ലെങ്ത് 1 മീറ്റർ ആയിരിക്കും. കൂടാതെ എന്താണ്, ഈ പ്ലേറ്റ് വാട്ടറിന്റെ സർഫസിൽ നിന്ന് 0.5 മീറ്റർ താഴെയാണ്. അപ്പോൾ സെൻട്രൽ ഗ്രാവിറ്റി എവിടെയായിരിക്കും? സെൻട്രൽ ഗ്രാവിറ്റി ഈ പ്ലേറ്റിന്റെ പകുതിയിലായിരിക്കും അല്ലെ. അപ്പൊ 0.5 മീറ്റർ ഡെപ്തിലായിരിക്കും സെൻട്രൽ ഗ്രാവിറ്റി ഉണ്ടാവുക. അതുകൂടാതെ 0.5 മീറ്റർ വാട്ടർ സർഫസിൽ നിന്ന് താഴേക്കുണ്ട്. അപ്പോൾ ടോട്ടൽ സെൻട്രൽ ഗ്രാവിറ്റിയിലേക്കുള്ള ഹൈ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.5 മീറ്റർ ഇൻറ്റു 0.5 മീറ്റർ, 1 മീറ്റർ ആയിരിക്കും ഡെപ്ത്. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ 2 ഇൻറ്റു 1. ആൻസർ 19620 ന്യൂട്ടൺ എന്ന് വരും. 19620 ന്യൂട്ടൺ. ഇവിടെ തന്നിരിക്കുന്നത് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ, അതായത് ഫോഴ്സ് ന്യൂട്ടണിൽ വരുമ്പോൾ 1.9620 കിട്ടും. നമ്മുടെ ഓപ്ഷൻ കിലോഗ്രാമിലാണുള്ളത്, അതുകൊണ്ട് അതിന് ജസ്റ്റ് 9.81 ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ശരിക്കും മാസ് ആണ്. 2000 കിലോഗ്രാം എന്ന് കിട്ടും. 2000 കിലോഗ്രാം എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2000 കിലോഗ്രാം. 19th ആണ്. ഓക്കെ, ഇതല്ലേ? ഒരു മിനിറ്റ്, ഇപ്പം മാറും. അത് ചെറിയൊരു ഡിലേ ഉണ്ട്, അതുകൊണ്ട്. ബിക്കോസ് അതെ മെർക്കുറി മാനോമീറ്റർ ഉണ്ടല്ലോ, ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ഒക്കെ മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, മെർക്കുറി യൂസ് ചെയ്യുന്ന ഡെൻസിറ്റി കുറവായതുകൊണ്ടല്ല, അതുകൊണ്ടാണ് മെർക്കുറി ഹൈ പ്രഷറിൽ മാത്രമാണ് നമുക്ക് എന്ത് ഉള്ളൂ, സ്യൂട്ടബിൾ ആവുള്ളൂ. ലാർജ് പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് സ്യൂട്ടബിൾ ആവുള്ളൂ, മെർക്കുറി മാനോമീറ്റർ സ്യൂട്ടബിൾ ആവുള്ളൂ. കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ്. അതായത് ഡിസൈറബിൾ ഫീച്ചേഴ്സ് എന്ന് പറയില്ല, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ആൽക്കഹോൾ യൂസ്ഡ് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നതിൽ ലോ വേപ്പർ പ്രഷർ, ആൽക്കഹോളിന്റെ വേപ്പർ പ്രഷർ ലോ ആണ്. അതുപോലെ ഇംഗ്ലണ്ട് അവിടെ ആൽക്കഹോൾ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയർലി വിസിബിൾ ആയിട്ടുള്ള മിനിസ്കസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിൽ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡെൻസിറ്റി ഈസ് ലെസ് ഓഫ് ആൽക്കഹോൾ. മെർക്കുറി കൺസിഡർ ചെയ്യുന്ന ഡെൻസിറ്റി കൂടുതലായ, മെർക്കുറി കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ഡെൻസിറ്റി കൂടുതലായാണ് മെർക്കുറി കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ എവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഹൈ പ്രഷർ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈ കേസിൽ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവും, ഈ സി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. ഡെൻസിറ്റി ഈസ് ലെസ്. അല്ല, വേപ്പർ പ്രഷർ എപ്പോഴും നമ്മുടെ മാനോമെട്രിക് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എപ്പോഴും എന്തായിരിക്കണം, കുറവായിരിക്കണം. വേപ്പർ പ്രഷർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കണം. അതാണ് നമ്മുടെ, അതെ.
ഇല്ല, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ആൽക്കഹോൾ മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ തീർച്ചയായും അത് ചെറിയ പ്രഷർ ഡിഫറൻസിൽ ലോങ്ങർ കോളം അത് പ്രൊവൈഡ് ചെയ്യും, ഡെൻസിറ്റി കുറവായതുകൊണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട് അവിടെ. പിന്നെ പക്ഷേങ്കിൽ ഇതും അതിൻ്റെ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഫാക്ടർ ആണല്ലോ. ഞാൻ ഒന്നും കൂടി ചെയ്യാം, ഒന്നും കൂടെ ഇതിന്റെ ആൻസറിൽ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, കേൾക്കാം. അതെ, ഇൻവേർട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെ, അപ്പോ അല്ല, ഇപ്പൊ ചോദിച്ചത് ഈ കൂടുതൽ ഇപ്പം ഈ 4 ആൻസർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 4th അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രഷർ ഡിഫറൻസിന് ലോങ്ങർ ലെങ്ത് ഉള്ള കോളം പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഞാൻ പറയാം. ഓക്കെ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണോ ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഞാൻ ആൻസർ കണ്ടപ്പോൾ ഈ 4 സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് കണ്ടത്, നോക്കിയിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, as the depth of immersion of a vertical plane surface increases, location of center of pressure. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൽ ലിക്വിഡിൽ കൂടുതൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ സെന്റർ ഓഫ് പ്രഷർ എന്താ സംഭവിക്കുക? സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏരിയ, അതായത് ഫാൾസ് ക്ലോസർ ടു സെന്റർ ഓഫ് ഗ്രാവിറ്റി area, moves away from center of gravity of the area, ultimately coincide with the center of gravity of the area, none of this. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ലിക്വിഡ് സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്തു. അത് കൂടുതൽ ഡെപ്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ സെന്റർ ഓഫ് പ്രഷർ പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ അടുത്തേക്കാണോ മൂവ് ചെയ്യുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ദൂരത്തേക്കാണോ മൂവ് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ പ്ലസ് ഐ ജി ഡിവൈഡഡ് ബൈ എ എക്സ് ബാർ ആണ് സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഇൻക്രീസ് ചെയ്യും? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ബാർ ഇൻക്രീസ് ചെയ്യും അല്ലെ? എക്സ് ബാർ ഇൻക്രീസ് ചെയ്യും, ഡൗട്ട് ഇല്ലല്ലോ. എക്സ് ബാർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പ്ലസ് കഴിഞ്ഞിട്ട് വരുന്ന ടേംസ്, അതായത് ഐ ജി ബൈ എ എക്സ് ബാർ എന്നുള്ള ടേം എന്ത് സംഭവിക്കും? അതിന്റെ വാല്യൂ കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? കുറയും, അതിന്റെ വാല്യൂ കുറയും. അപ്പോ ഈ സെന്റർ ഓഫ് പ്രഷർ എന്നുള്ള പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ അടുത്തേക്കാണോ മൂവ് ചെയ്യുക, അകലേക്കാണോ മൂവ് ചെയ്യുക? അടുത്തോട്ടേക്ക് മൂവ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഫാർ ക്ലോസർ ടു ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഏരിയ. ക്ലിയർ അല്ലേ? ഈക്വേഷൻ നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫാർ ക്ലോസർ ടു ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ, mercury in a barometer is replaced by water, the height of 3.75 cm of mercury will be following centimeter of water. അതൊന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മള് പ്രഷർ, സ്റ്റാറ്റിക് പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്നുള്ള ഫോർമുല വെച്ചിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 51 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് വീണ്ടും പറയണ്ടല്ലോ, എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. സെയിം പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, W is the specific weight of liquid and H depth of the point from the surface, pressure intensity at the point will be. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ല, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് പ്രഷർ, സ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു റോ ജി എച്ചില് ഈ റോ ജി എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് വെയിറ്റ് W, അത് ഇൻറ്റു എച്ച്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഇന്റൻസിറ്റി എടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? W
rectangular surface is hanged into water such that its top and bottom points are at a depth of 1.5 meter and 6 meter respectively. The depth of pressure from the top surface is എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്ടാങ്കുലർ സർഫസ് ഹാങ് ചെയ്തിരിക്കുകയാണ് വാട്ടറിന്റെ സർഫസിൽ നിന്ന് താഴോട്ടേക്ക്, വാട്ടർ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ടോപ്പ് പോയിന്റ് 1.5 മീറ്റർ ഡെപ്തിലാണ്. ടോപ്പ് പോയിന്റ് 1.5 മീറ്റർ ഡെപ്തിലാണ്. ബോട്ടം പോയിന്റ് 6 മീറ്റർ ഡെപ്തിലാണ്. ഡെപ്ത് ഓഫ് പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെപ്ത് ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? സെന്റർ ഓഫ് പ്രഷർ. സെന്റർ ഓഫ് പ്രഷറിന്റെ പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സെന്റർ ഓഫ് പ്രഷറിന്റെ പൊസിഷൻ ആണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സെന്റർ ഓഫ് പൊസിഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? H is equal to x bar plus I g sin square theta divided by a x bar. ഇവിടെ വെർട്ടിക്കൽ ആയതുകൊണ്ട് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ അവിടെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ h is equal to x bar plus I g divided by a x bar എന്ന് കിട്ടും. ഇവിടെ നമുക്ക് x bar എത്ര കിട്ടും? x bar എന്ന് പറയുന്നത് ഈ പ്ലേറ്റിന്റെ ലെങ്ത് എത്രയാണ്? 6 മീറ്റർ മൈനസ് 1.5 മീറ്റർ. 6 മീറ്റർ മൈനസ് 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് വരുന്നത് എത്ര വരും? 4.5 മീറ്റർ ആണ് ഈ ടോട്ടൽ ലെങ്ത്. അതിന്റെ പകുതി 2.25 പ്ലസ് 1.5 മീറ്റർ ആണ് എക്സ് ബാർ എന്ന് പറയുന്നത്. 2.25 പ്ലസ് 1.5 മീറ്റർ. അപ്പോൾ എക്സ് ബാർ 3.75 മീറ്റർ എന്ന് കിട്ടും. നമുക്കറിയാം സെന്റർ ഓഫ് IG, സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബൌട്ട് ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? BQ/12 അല്ലെങ്കിൽ BDQ/12. BDQ/12 ആണ് ആ ഇക്വേഷൻ. ഇവിടെ B എത്രയാണ്? 1.5 ആണ്. B 1.5 ആണ്. D എത്രയാണ്? D 4.5 ആണ്. അപ്പോ 1.5 into 4.5 meter cube by 12 into sin square 90 വെർട്ടിക്കൽ ആയതുകൊണ്ട് തീറ്റ 90 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 1.5 into 4 into 3.75. ടോട്ടൽ ഡെപ്ത് ഓഫ് പ്രഷർ അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷർ 4.2 മീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി 4.2 മീറ്റർ. ഈ പ്രോബ്ലം ക്ലിയർ ആണെന്ന് എന്ന് പറയണേ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2h/3 എന്നുള്ളത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ അവിടെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. 2h/3 എന്ന് പറയുമ്പോൾ നമ്മുടെ റെക്ടാങ്കുലർ സർഫസിന്റെ ഈ ടോപ്പ് പോർഷൻ എവിടെയാണ്? ടോപ്പ് പോർഷൻ ഇവിടെ വാട്ടർ സർഫസുമായിട്ട് എന്ത് ചെയ്യണം? മുട്ടിയിരിക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രഷർ ഓഫ് 200 kilopascal is equivalent to head of centimeter of liquid having relative density 1.59. Value of set in meter is. ഇത് നമ്മുടെ സെയിം ഇക്വേഷൻ ആണ്. P is equal to rho g h. P is equal to rho g h വെച്ചിട്ട് പ്രഷർ 200 kilopascal എന്ന് തന്നിട്ടുണ്ട്. 200 into 10⁻³ പാസ്കൽ എന്ന് നമുക്ക് എഴുതാം. റോ എത്ര കിട്ടും? റിലേറ്റീവ് ഡെൻസിറ്റി 1.59 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.59 into 1000 ആണ് റോ എന്ന് പറയുന്നത്. G 9.81. അങ്ങനെയാണെങ്കിൽ എച്ചിന് പകരം സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിന്റെ വാല്യൂ കിട്ടും. സെറ്റിന്റെ വാല്യൂ 12.82 മീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി. ഈ പ്രോബ്ലം ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് എ സർട്ടൻ പോയിന്റ് ആബ്സല്യൂട്ട് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഗിവൺ ബൈ 850 mm of Hg and 700 mm of Hg respectively. What is the value of gauge pressure at that point? എന്തായിരിക്കും ഗേജ് പ്രഷർ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം. 850 mm
അതെ, ആബ്സല്യൂട്ട് മൈനസ് അറ്റ്മോസ്ഫിയറിക്, അതെ, അതാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഗേജ് പ്രഷർ എത്രയായിരിക്കും? 150 mm of Hg ആയിരിക്കും. അത് നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് എന്ത് പറയാം? ഗേജ് പ്രഷർ 150 mm Hg ആണെന്ന് പറയാം, mm of Hg ആണെന്ന് പറയാം. ഓക്കെ, ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഓക്കെ, അടുത്ത the head produced by a liquid of relative density 1.62 is equal to pressure of 250 kilopascal. What is the head produced by the head in meter produced by the liquid? ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. P is equal to rho g h വെച്ച് ചെയ്യുന്നത്. ആൻസർ 15.73 മീറ്റർ എന്ന് കിട്ടും. റിപ്പീറ്റ് ആയതുകൊണ്ടാണ് പറയാത്തത്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is equivalent to 1 kilopascal? ഡയറക്റ്റ് പറയാം. 1 പാസ്കൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പൊ 1 കിലോ പാസ്കൽ എന്ന് പറയുന്നത് 1000 പാസ്കൽ ആണ്. അതായത് 1000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ആൻസർ ഓപ്ഷൻ എ. What is equivalent head of kerosene specific gravity 0.8 if the head of water is 500 centimeter? ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 500 ഡിവൈഡഡ് ബൈ 0.8, 500 ഡിവൈഡ് ബൈ 0.8 ചെയ്യുക. ഡയറക്റ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അതിന്റെ ആൻസർ ആയിരിക്കും 628 എന്ന് കിട്ടും. 628 എന്ന് കിട്ടും. ഓക്കെ, നേരെ 500 ഡിവൈഡ് ബൈ 0.8 ചെയ്താൽ മതി. 628 എന്നാണ് ആൻസർ വരും. സോറി, 625 എന്നാണ് ആൻസർ വരും. ഓപ്ഷൻ ഡി. അതൊക്കെ ഒരേ മോഡലുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അത് നമ്മൾ പറയുന്നതാണ് എന്ത്? പാസ്കൽസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫ്ലൂയിഡിന്റെ കേസിൽ ഏതായിരുന്നു? ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിക് ഇക്വേഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയാം. ബെർണോളിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ കേസിൽ, ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ എന്തായിരിക്കും? ടോട്ടൽ എനർജി, ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ബെർണോളിക് ഇക്വേഷൻ പറയുന്നത്. പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഓഫ് ഫോർ റെക്ടാങ്കുലർ ലാമിന വിച്ച് ഈസ് വെർട്ടിക്കലി ഇൻസൈഡ് ദ വാട്ടർ ഓഫ് ഹൈറ്റ് h? 2h/3. അങ്ങനെ കുറച്ച് കേസിൽ നമ്മൾ ബൈഹാർട്ട് പഠിക്കാനുണ്ട്. ഒരു റെക്ടാങ്കുലർ ലാമിനയുടെ കേസിലാണെങ്കിൽ അത് വരുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതിന് മുന്നേ റെക്ടാങ്കുലർ ലാമിനയുടെ കേസിലാണെങ്കിൽ സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് സർഫസ് ഒരു സൈഡ് വാട്ടർ സർഫസുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന കേസിൽ റെക്ടാങ്കുലർ ലാമിനയുടെ സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് 2h/3 ആയിരിക്കും. ഹൈറ്റിന്റെ 2/3 ആയിരിക്കും സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒരു ട്രയാങ്കിളിന്റെ കേസിൽ 3h/4 ആയിരിക്കും. ട്രയാങ്കിളിന്റെ ഒരു കോർണർ സർഫസ് ടച്ച് ചെയ്യുന്ന തരത്തിലാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3h/4 ആയിരിക്കും. ട്രയാങ്കിളിന്റെ സൈഡാണ് ടച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h/2 ആയിരിക്കും. ഇത്രയും വാല്യൂസ് എങ്കിലും ഓർത്ത് വെക്കുക. ഇനി ഈ റെക്ടാങ്കുലറിന്റെ കേസിൽ ശരിക്കും വരുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, സെന്റർ ഓഫ് പ്രഷർ എച്ചിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? x bar is equal to IG sin square theta by a x bar. IG sin square theta by a x bar. ഒരു വെർട്ടിക്കൽ ലാമിന ആകുമ്പോൾ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? x bar പ്ലസ് IG ഡിവൈഡ് ബൈ a x bar എന്ന് എഴുതാം. ഇവിടെ x bar എത്രയായിരിക്കും? x bar ഈ റെക്ടാങ്കുലർ ലാമിനയുടെ എച്ചിന്റെ ഹൈറ്റിന്റെ പകുതി ആയിരിക്കും എന്ത്? x bar എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ലാമിനയുടെ ഹൈറ്റിന്റെ പകുതി. അപ്പൊ x bar h/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ h/2 പ്ലസ് IG സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബൌട്ട് ആയിട്ടുള്ള
മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഒരു റെക്ടാങ്കുലർ ലാമിനയുടെ കേസിൽ BD3/12 അല്ലെങ്കിൽ BH3/12 എന്ന് എഴുതാം. BH3/12 ഡിവൈഡ് ബൈ ഏരിയ എന്താണ്? അതിന്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് BH ഇൻറ്റു H/2. ഇത് നമ്മൾ ചെയ്യുമ്പോൾ സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് 2H/3 എന്നത്. ഇങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഫൈനൽ വാല്യൂ മാത്രം ഓർത്ത് വെക്കും. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is measured with the help of barometer? പ്രഷർ ആണ് ആൻസർ. സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് പ്രഷറാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ. If the gauge pressure and atmospheric pressure at a point are observed as 70 mm of mercury and 750 mm of mercury respectively, the value of absolute pressure. ഡയറക്റ്റ് നമുക്ക് എഴുതാം. ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? 70 mm of Hg യും 750 mm of Hg ആണ്. അപ്പോൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് 820 mm of Hg ആയിരിക്കും. ഓപ്ഷൻ ഡി. അടുത്തത്, rise of mercury barometer is indicated as 80 mm. What is the atmospheric pressure at that point? ഇത് നമ്മൾ ഈ ഇക്വേഷൻ തന്നെ P is equal to density of mercury into G into H. അതിൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13600 ആണെന്ന് കൊടുക്കുക. ജിയുടെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. H നമുക്ക് തന്നിട്ടുണ്ട് 80 mm. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 10696 എന്നുണ്ട്. 10696 എന്നാണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, an open tank contains 60 cm of water covered with 30 cm of oil of specific gravity 0.8. Pressure intensity recorded at the bottom of tank is. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഓപ്പൺ ടാങ്കിന്റെ 60 സെന്റിമീറ്റർ ഹൈറ്റ് വരെ എന്താണ്? വാട്ടർ ഉണ്ട്. 60 സെന്റിമീറ്റർ ഹൈറ്റ് വരെ വാട്ടർ ആണ്. അതിന്റെ മുകളിൽ 30 സെന്റിമീറ്റർ ഹൈറ്റിൽ എത്രയാണ്? 30. അതിനെ കവർ ചെയ്തുകൊണ്ട് 30 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു ഓയിൽ ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.8. 30 സെന്റിമീറ്ററിൽ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഉള്ള ഒരു ഓയിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ ഇന്റൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വാട്ടർ ഉണ്ടാക്കുന്ന പ്രഷർ ഇന്റൻസിറ്റി, അതായത് ρW ഇൻറ്റു G ഇൻറ്റു H വാട്ടർ പ്ലസ് ഓയിൽ കൊണ്ടുണ്ടാക്കുന്ന സ്പെസിഫിക് പ്രഷർ ഇന്റൻസിറ്റി, അതായത് 0.8 ഇൻറ്റു 1000. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ അതിന്റെ ഡെൻസിറ്റി ആയി ഇൻറ്റു 9.81 ഇൻറ്റു ഹൈറ്റ് 0.3 മീറ്റർ ഹൈറ്റ് ഓഫ് ഓയിൽ. ഇത്രയാണ് ടോട്ടൽ എന്ത് കിട്ടുന്നത്? ടോട്ടൽ പ്രഷറിന്റെ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ആൻസർ 8240.4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സെയിം ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇൻ ഗേജ് പ്രഷർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഗേജ് പ്രഷർ the atmospheric pressure on scale is marked as. എത്രയായിരിക്കും? ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിൽ 0. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് റെഫറൻസ് പോയിന്റ്. അതുകൊണ്ട് അത് ഒരു ഗേജ് പ്രഷറിന്റെ കേസിൽ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0 ആയിട്ടായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രഷർ ഇന്റൻസിറ്റി at the depth of 50 meter below free water surface. Specific weight of water is equal to 9.81 kilonewton per meter cube. അത് ഡയറക്റ്റ് P is equal to ρg h തന്നെയാണ്. P is equal to ρg h തന്നെയാണ്. ആൻസർ 490.50 kilonewton per meter square എന്നുണ്ട്. അടുത്ത ഫോർമാറ്റിലാണ്. In a compressible static fluid column, the rate of increase of pressure in vertical direction is equal to weight density of fluid at that point. Which of the following law state that statement? Hydrostatic law. അതായത് pressure intensity is equal to minus ρg അല്ലേ? minus ρg h. അടുത്ത
which define pressure at a certain horizontal level in static fluid is proportional to vertical distance to the surface of fluid is called. ഇത് സെയിം സാധനം തന്നെയാണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ് ആൻസർ. ഇനി ഈ ഡി ആലംബർട്ട് പാരഡോക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? പാരഡോക്സ് പറയുന്ന കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിസിഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് ഇൻകംപ്രസിബിൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിലൂടെ യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രേറ്റ് ലൈനിൽ യൂണിഫോം വെലോസിറ്റിയിലൂടെ ഒരു ലാർജ് മാസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സീറോ ആയിരിക്കും എന്നാണ് ഡി ആലംബർട്ട് പാരഡോക്സ് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ കേസിൽ പറയുന്നത്. പിന്നെ അതുപോലെ മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രിക്കറ്റ് ബോളിന്റെയും ഫുട്ബോളിന്റെയും സ്പിന്നിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തായിരിക്കും, വെലോസിറ്റി ഓഫ് ഫ്ലോവിനനുസരിച്ച് പ്രഷറിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഈ ബോളിന്റെ രണ്ട് എൻഡിലുള്ള, രണ്ട് സൈഡിലുള്ള, ഓപ്പോസിറ്റ് സൈഡിലുള്ള പ്രഷർ എന്തായിരിക്കും, ഡിഫറൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ബോളിന് കർവേച്ചർ എടുക്കാനും ഒക്കെ പറ്റുന്നത്, ഫുട്ബോളിനും ക്രിക്കറ്റ് ബോളിനും ഒക്കെ സ്വിങ് ചെയ്യാൻ പറ്റുന്നത് ഈ മാഗ്നസ് ഇഫക്റ്റ് കാരണമാണ്. പിന്നെ ആർക്കിമിഡീസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോയൻസിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസ്. ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷിയർ സ്ട്രെസ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്? റെസ്റ്റിലുള്ള ഫ്ലൂയിഡിന്റെ കേസിൽ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? റെസ്റ്റിൽ എന്ന് പറയുമ്പോൾ du/dy എന്തായിരിക്കും? സീറോ ആയിരിക്കും. വെലോസിറ്റി ഗ്രേഡിയന്റ് സീറോ ആയിരിക്കും, ഷിയർ സ്ട്രെസ് സീറോ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, at the base of mountain mercury barometer read 70-100 mm, whereas top it reads 500 mm of mercury. Density of air is 1.23 kilogram per meter cube. Determine the height of the mountain. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കൊരു മൗണ്ടൈൻ ഉണ്ട്, അതിന്റെ ബേസിൽ ബാരോമീറ്റർ റീഡ് ചെയ്യുന്നത് 700 mm ഓഫ് എച്ച് ജി ആണ്. 700 mm ഓഫ് എച്ച് ജി. ടോപ്പിൽ ബാരോമീറ്റർ റീഡ് ചെയ്യുന്നത് 500 mm ഓഫ് എച്ച് ജി ആണ്. 500 mm ഓഫ് എച്ച് ജി. അങ്ങനെയാണെങ്കിൽ ഈ മൗണ്ടൈന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇക്വേഷൻ ഒക്കെ സെയിം തന്നെ, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? നമുക്ക് എയറിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഈ മൗണ്ടൈന്റെ ബോട്ടത്തിൽ 700 mm ഓഫ് എച്ച് ജി ആണ്, ടോപ്പിൽ 500 mm ഓഫ് എച്ച് ജി ആണ്. അപ്പൊ അവിടെ ബോട്ടവും ടോപ്പും തമ്മിൽ 200 mm ഓഫ് എച്ച് ജിയുടെ പ്രഷർ ഡിഫറൻസ് ഉണ്ട്. 200 mm ഓഫ് എച്ച് ജി. ഓക്കെ, 200 mm എച്ച് ജിയുടെ പ്രഷർ ഡിഫറൻസ് ഉണ്ട്. ഇത് എന്ത് കാരണമായിരിക്കും ഉണ്ടാകുന്നത്? ഈ പ്രഷർ ഡിഫറൻസ് എന്ത് കാരണമായിരിക്കും ഉണ്ടാകുന്നത്? അത് എന്ത് കാരണമാണ്? എയർ അവിടെ അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ 500 mm ഓഫ് എച്ച് ജിയിലിരുന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ 700 mm ഓഫ് എച്ച് ജി വരുന്നത് ആ എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അല്ലേ? എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണല്ലോ. അപ്പൊ ഈ 200, അതെ, എയറിന്റെ ഡെൻസിറ്റി ഈ കേസിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അത് അസ്യൂംഡ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? എയറിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോ ഈ മൗണ്ടന്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും പ്രഷർ കൂടുന്നത് എന്തുകൊണ്ടാണ്? പ്രഷർ കൂടുന്നത് ഈ എയറിന്റെ വെയിറ്റ് കാരണമല്ലേ? എയറിന്റെ വെയിറ്റ് കാരണമല്ലേ അവിടെ പ്രഷർ ഉണ്ടാകുന്നത്? ക്ലിയർ ആയോ? അതെ, നമ്മളിപ്പം മൗണ്ടന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ 500 mm എച്ച് ജി ഉള്ളൂ. ബോട്ടത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഇടയിലുള്ള അത്രയും ഹൈറ്റിലുള്ള എയറും കൂടെ വരുന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്? 700 mm ഓഫ് എച്ച് ജിയില് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു 200 mm എച്ച് ജിയുടെ ഇൻക്രീസ് ഉണ്ട്. ഈ 200 mm എച്ച് ജി എന്ന് പറയുന്നത് എയർ കാരണം ഉണ്ടാകുന്ന പ്രഷർ ആണ് അല്ലെ? അപ്പോ ഈ 200 mm എച്ച് ജി എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് പ്രഷറിന്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? റോ ജി എച്ച് എന്ന് പറയുമ്പോൾ 13600, അതായത് മെർക്കുറിയുടെ ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു എച്ച് എത്രയാണ്? 200 mm ഓഫ് എച്ച് ജി അല്ലെ? സോറി, നമുക്ക് 200 mm
ഓഫ് എച്ച് ജിയുടെ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ആ 200 mm ഓഫ് എച്ച് ജി ഉണ്ടാകുന്ന എയർ കാരണമാണ്. ഓക്കെ, ഓക്കെ, ഹൈറ്റ് 200 mm ഓഫ് എച്ച് ജി നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാറ്റിക് പ്രഷർ 13600 ഇൻറ്റു 9.81 ഇൻറ്റു 200 mm എന്ന് പറയുമ്പോൾ 0.2 മീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അവിടെ ആ പ്രഷർ ഉണ്ടാകുന്ന എന്താണ്? എയർ ആണ്. എയറിന്റെ ഡെൻസിറ്റി 1.23. എയറിന്റെ ഡെൻസിറ്റി 1.23 ഇൻറ്റു 9.81 ഇൻറ്റു എച്ച്. അതായിരിക്കും അവിടെ എന്തുണ്ടാകുന്നത്? അവിടെ പ്രഷർ ഉണ്ടാക്കാൻ കാരണം. ക്ലിയർ ആയോ? അപ്പൊ മൗണ്ടൻ ഹൈറ്റ് എന്ന് പറയുന്നത് എയറിന്റെ സൈഡിലെ ഹൈറ്റ് ആണ്. കാരണം അത്രയും ഹൈറ്റിൽ എയർ ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? അവിടെ ആ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം വരുന്നത്. അവിടെ വാക്വം ആണെങ്കിൽ എന്തുണ്ടാവില്ല? പ്രഷർ ഡിഫറൻസ് ഉണ്ടാവില്ല. പക്ഷെ ആ മൗണ്ടന്റെ ഹൈറ്റിന്റെ അത്രയും ആ എയർ കൊണ്ടാണ് ബോട്ടത്തിൽ ബാരോമീറ്ററിൽ റീഡ് ചെയ്യുന്നത്. ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലെ റീഡ് ചെയ്യുന്നത്. ബാരോമീറ്ററിൽ അത്രയും ചേഞ്ച് കാണിക്കുന്ന എന്താണ്? ആ എയറിന്റെ അല്ലെങ്കിൽ എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. ഇപ്പൊ 200 mm ഓഫ് എച്ച് ജിയുടെ ചേഞ്ച് പ്രഷറിൽ ഉണ്ടാകുന്ന എയർ കാരണമാണ്. അപ്പൊ നമുക്ക് അത് രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യാം, സ്റ്റാറ്റിക് പ്രഷർ തമ്മിൽ. അപ്പോൾ 200 mm ഓഫ് എച്ച് ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 26683 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? റോ എയർ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. റോ എയർ ഡെൻസിറ്റി ഓഫ് എയർ നമുക്ക് തന്നിട്ടുണ്ട് 1.23. ജി നമുക്കറിയാം, എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹൈറ്റ് 2211 മീറ്റർ എന്ന് കിട്ടും. ഹൈറ്റ് 2211 മീറ്റർ. ക്ലിയർ ആണോ? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? അല്ല ഒന്നുകൂടി പറയണോ? ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടി കഴിഞ്ഞിട്ട് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തൂടെ? ഇവിടെ പവർ ഇല്ല, അതാണ് പ്രശ്നം. അപ്പോൾ എത്ര നേരം ബാക്കപ്പ് കിട്ടുമെന്ന് അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഹൊറിസോണ്ടൽ പൈപ്പ് ലൈൻ എ ബി ഓഫ് ഡയമീറ്റർ ഡി കൺവേഴ്സ് വാട്ടർ ഫ്ലോയിങ് ഫ്രം എ ടു ബി. ദ യൂട്യൂബ് manometer with mercury as manometric liquid can be used for the measurement of. ഇവിടെ പ്രഷർ ഹെഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഹെഡ് ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, മെർക്കുറി യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിക്കുന്നത് പ്രഷർ ഹെഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡെപ്ത് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് മെഷർഡ് ഇൻ വെർട്ടിക്കൽ സെഡ് ഡയറക്ഷൻ. എക്സ് ആൻഡ് വൈ ആർ ദ അതർ ടു ഡയറക്ഷൻ ആൻഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ദ സ്റ്റാറ്റിക് പ്രഷർ വേരിയേഷൻ ഇൻ ദ ഫ്ലൂയിഡ് ഈസ് ഗിവൺ ബൈ. നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്നത് നമ്മള് ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്നായിരിക്കും. ആ ഫ്ലൂയിഡിന്റെ ഡെപ്തിലേക്ക്, ഫ്ലൂയിഡിൽ നിന്ന് സർഫസിൽ നിന്ന് താഴെ ഡെപ്തിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് പ്രഷറിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുക? അതായത് ഡി പി ബൈ ഡി സെഡ്. താഴെ ഡെപ്തിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിലെ അതെ. അപ്പോൾ ഡി പി ബൈ ഡി സെഡ് ഈക്വൽ ടു ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി. ഇതിൽ ഏതാണ് വരിക? റോജി മൈനസ് റോജിയാണ് വരും. കാരണം എന്താണ്? ഡെപ്ത് അല്ലെ? ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? താഴേക്കല്ല നമ്മൾ പോകുന്നത്, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് പ്രഷർ കൂടി കൂടി വരും അല്ലെ? അപ്പോ അവിടെ നെഗറ്റീവ് ആണ് വരിക. ഡി പി ബൈ ഡി സെഡ് ഈക്വൽ ടു മൈനസ് റോജി. ഹൈറ്റിലേക്ക് പോവുകയാണെങ്കിലോ, നമ്മുടെ സർഫസിന് മുകളിലേക്കാണ് പോകുന്നതെങ്കിലോ അവിടെ ഹൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ കുറഞ്ഞു വരും. ഡെപ്തിലേക്ക് പോകുന്നതനുസരിച്ച്, താഴോട്ടേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ കൂടി വരും. അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നത്.
dp/dz മൈനസ് rho g ആണ് ആൻസർ. ഓക്കെ, ഡെപ്തിലേക്ക് പോകുന്ന അനുസരിച്ച് ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ഇപ്പൊ ഇതൊരു 0 പോയിന്റ് ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, താഴേക്ക് പോകുമ്പോൾ നെഗറ്റീവ് എന്ന് എടുക്കുക. അപ്പൊ താഴേക്ക് പോകുന്നതിനനുസരിച്ചിട്ട്, അതായത് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്രഷർ കൂടിക്കൂടി വരുവാണ്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ dp/dz മൈനസ് rho g ആണ് ആൻസർ. മാറിപ്പോയത് dp/dz മൈനസ് rho g. ആൻസർ അടുത്ത ഫിഗർ കാണാലോ. ദ മാനോമീറ്റർ ഷോൺ ഇൻ ദ ഫിഗർ ബിലോ കണക്ട്സ് two pipes carrying oil and water respectively. ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? Can conclude that pressure in the pipe are equal. Can conclude that the pressure in the oil pipe is higher. Can conclude that the pressure in the water pipe is higher. Cannot compare the pressure in two pipes. സെയിം ഹൈറ്റിലുള്ള രണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനുകൾ, അതിലൊരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ഹൊറിസോണ്ടൽ പൈപ്പില് യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. മെർക്കുറി ആണ് മാനോമെട്രിക് ലിക്വിഡ്. ഒരു പൈപ്പിൽ ഓയിലാണ്, വേറൊരു പൈപ്പിൽ വാട്ടറാണ്. ഈ മാനോമെട്രിക് ലിക്വിഡ് സെയിം ഹൈറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? രണ്ട് പൈപ്പിലുള്ള പ്രഷർ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? രണ്ട് പൈപ്പിലുള്ള പ്രഷർ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? രണ്ടും ഒരേ ഹൈറ്റിലാണെങ്കിലും അവിടെ ഉള്ള ഫ്ലൂയിഡ് ഒരെണ്ണം ഓയിലാണ്, ഒരെണ്ണം വാട്ടറാണ്. ഇപ്പൊ രണ്ട് പൈപ്പിലുള്ള പ്രഷർ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഓയിൽ പൈപ്പിലെ പ്രഷർ ഹയർ ആണെന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. കാരണം ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ വാട്ടർ പൈപ്പിലെ പ്രഷർ ഹയർ ആണെന്നും പറയാൻ പറ്റില്ല. കാരണം ഓയിലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു സഫിഷ്യന്റ് ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രഷർ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ആൻസർ. കനോട്ട് കമ്പയർ പ്രഷർ ഇൻ 2 pipe for പ്രഷർ ഇൻ 2 pipes. കാരണം എന്താണ്? നമുക്ക് ഇവിടെ ഡാറ്റാസ് തന്നിട്ടില്ല. ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടി തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഈ ഹൈറ്റും തന്നാൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.